ഒന്നും പറയണ്ടട്ട പുള്ളകളെ. ഇന്ന് ചേട്ടൻ്റെ കൂടെ, ചേട്ടൻ പുറത്താണ്. അപ്പോൾ ആള് വന്നപ്പോൾ ആളുടെ ഒരു ഫ്രണ്ടിൻ്റെ മീൻകുളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോണ രംഗാട്ടത്. ഇത് ചേട്ടൻ്റെ മോൻ ഡാനിഷ്. അവൻ ബക്കറ്റും ഇതൊക്കെ എടുത്തിട്ട് വന്നേക്കുക. അവൻ ചോദിക്കും ഇത് കുളിക്കാൻ പോകണമെന്നാണ് തോന്നുന്നു. സംഭവം ഞാൻ വിചാരിച്ച് പൊളി ഇത് ആകാണ്ട് തകരുന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴല്ലേ കളി മാറിയത്. കാട്ടിൽ കൂടെ പോയെന്നുണ്ടെങ്കിലും അവിടെ ചെന്നപ്പോൾ ഒരു നല്ലൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ കുളം, ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുളത്തിൻ്റെ അവിടേക്ക് ഞങ്ങൾ ചെന്നു. കാണുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ മീനുകളുടെ അയിര് കളി എന്ന് പറഞ്ഞാൽ ലോഡ് മീൻ. എൻ്റെ അത്ര നീളമുള്ള മീനുണ്ടെന്നാണ് അതിനകത്ത് പറയണേ. ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് നമ്മൾ ചൂണ്ടയൊക്കെ സെറ്റാക്കി കോഴി വേസ്റ്റ് ഇട്ടിട്ട് അങ്ങോട്ട് ഇടുക ചെറുക്കനെ പറക്കാന്നും പറഞ്ഞ് മീനെ പിടിക്കാണ്. അയ്യോ ഒരു രക്ഷയില്ലാന്ന്. മീൻ പിടിക്കാൻ അറിയാൻ പാടില്ലാത്ത ഞാൻ വരെ ഒരു ലോഡ് മീനെ പിടിച്ചു. എനിക്ക് തന്നെ കണ്ടിട്ട് അതിശയപ്പെട്ടു പോയി. എൻ്റെ കൊച്ച് അവനും കണ്ടിട്ട് ഇത് ഞാൻ തന്നെ പിടിച്ചതാണോന്ന് അവൻ ചോദിക്കുക. ഡാനിഷും പിടിച്ചു, എല്ലാവരും പിടിച്ചു. എത്ര മീനെ പിടിച്ചെന്ന് പറയാം. ഇടുക. ഇത് നമ്മുടെ സാനു ചേട്ടൻ്റെ ഡ്രീം വേൾഡിൻ്റെ അടുത്താണിത് ഈ ലൊക്കേഷൻ വരുന്നത്. ഞാൻ ഡ്രീം വേൾഡ് പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഡ്രീം വേൾഡ് പറഞ്ഞ്. നമ്മുടെ സാനു ചേട്ടൻ്റെ കുളമാണ്. അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ സ്റ്റേ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. അതൊരു പറഞ്ഞൊരു കാടിൻ്റെ നടുക്കായിട്ട് വരും. കാടെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പുലിയും മാനും അതൊക്കെ അതിനകത്ത് പോകണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടില്ല. പക്ഷേ നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ്. പാറമട, കാട്, പിന്നെ റബ്ബർ, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുടെ നടുക്കാണ് വരുന്നത്. ഒരു ബാച്ചിലേഴ്സ് പാർട്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇത് പൊളിയാണ്. അപ്പോൾ സാനിച്ചേൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാട്ടോ. അപ്പോൾ ഞങ്ങളപ്പം മീൻപിടുത്തം അങ്ങ് തുടങ്ങി. മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഒരു 1.5 പിടുത്തം. അയ്യോ രക്ഷയില്ല. മീനുകൾ കുറേ വലിച്ചു കയറ്റി. ഇത് ആള് പിടിക്കാൻ കൊടുക്കുന്നതാണ്, നമുക്ക് ചൂണ്ടിയിട്ട് പിടിക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ എത്ര കിലോ ആയി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു നാട്ടുനടപ്പുള്ളൊരു റേറ്റ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ചെറിയൊരു റേറ്റിനാണ് തന്നത്. കാരണം ചേട്ടൻ്റെ കൂടെ പിടിച്ച ആളാണ്. അത് കാരണം നമുക്ക് നിസ്സാര റേറ്റിന് കിട്ടി. പക്ഷെ ഒരു രസം ചൂണ്ടിയിട്ട് നമ്മൾ മീനെ പിടിക്കാന്ന് പറഞ്ഞാൽ ഒരു വൈബ്. പിന്നെ അവിടെ സ്റ്റേ ചെയ്യാനും ഓപ്ഷനുണ്ട്. സ്റ്റേ ചെയ്യാനും വലിയ റേറ്റൊന്നുമില്ല. അത് ഞാൻ സാനിച്ചേൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആളായിട്ട് തന്നെ വിളിച്ചിട്ട് റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റും. ബാച്ചിലേഴ്സിന് മാത്രം പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു വൈബുള്ള സ്ഥലമാണ്. ഒരുപാട് ഇതൊന്നുമില്ല. ഒരു ഹാള്, ഒരു കിച്ചൺ, അത്രേ ഉള്ളൂ. പിന്നെ ഇതുപോലെ മീനും കാര്യങ്ങളൊക്കെ പിടിക്കാം. നമുക്ക് അവിടെ നിന്ന് വറക്കാം, പിടിക്കാം. ഇതിപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്റ്റേ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഒരു വൈബ് സ്ഥലം, ഒരു കാടിൻ്റെ നടുക്ക്. അപ്പോൾ ഞാൻ പിടിച്ച മീനിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ നിങ്ങൾ കണ്ടുനോക്ക്. ജീവൻ ഏതോ കാലക്കേടില്ലാണോ ലോല വായോ പോകാം ലോകം കാണാം ഹൃദയം പൊട്ടി വഴിയും തെറ്റി വിടത്തി